നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ ഉണ്ടെങ്കിൽ സെലിബ്രിറ്റീസൊക്കെ വന്നിരിക്കുന്നത്. ഇതേ കണക്കുണ്ടെങ്കിൽ BJPക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്നതായിരുന്നു വീണ നായരും അതോടെ തന്നെ ലക്ഷ്മി പ്രിയയൊക്കെ. അവരുടെ ഇൻ്റർവ്യൂസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, എന്താണ് നാട്ടുകാർക്കൊക്കെ ഇനി ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നത്. രണ്ടുപേരും ഉണ്ടെങ്കിൽ ഇലക്ഷൻ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് പേരില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും മത്സരിക്കാനും പറ്റാതായിപ്പോയെന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതേ കണക്ക് ഇലക്ഷൻ ഒരാളെ നോക്കുമ്പോഴത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോഴത്തേക്ക് അവർ ആ ഇലക്ഷൻ ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതാണ് ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ സമയത്തുണ്ടെങ്കിൽ ഓരോരുത്തരും ഉണ്ടെങ്കിൽ വോട്ടിന് കൊണ്ടുവന്ന് നിർത്തുന്നത്. എന്തായിരുന്നാലും ശരി, ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു താൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള രീതിയിൽ. പക്ഷെ അവസാനം ഇലക്ഷൻ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് പേര് പോലും ഇല്ലാത്ത അവസ്ഥയിലായി രണ്ടുപേരും. അവസാനം അതിനെപ്പറ്റി വിഷമിക്കുന്നുണ്ട്, തനിക്ക് ഒരുപാട് വിഷമമായി എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഇലക്ഷന് വന്ന് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴെങ്കിലും ഇലക്ഷൻ ലിസ്റ്റിൽ പേര് വരുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ.